നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിജയകുമാരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞത് സത്യഭാമയ്ക്ക് മരുമകളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാനാ. പക്ഷേ നിങ്ങളിപ്പം വെറും കല്യാണ ബ്രോക്കർ മാത്രമായി. കയ്യിൽ കിട്ടുന്ന എല്ലാം കൊണ്ടുവന്നിടാൻ ഇത് ചവറ്റുകൂനയൊന്നും അല്ല, സത്യഭാമയുടെ വീടാ. സത്യാമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എടോ, സത്യഭാമയുടെ മരുമകൾ എന്ന് പറഞ്ഞ അത് ഒറ്റ ഒരാളാവണം. ഈ വീടിനും എന്റെ വിഷ്ണുവിനും മാത്രമായി പിറന്നവൾ. സോറി സത്യ. എന്തിനെ? സത്യ ഒരുപാട് വഴക്ക് കേട്ടില്ലേ? അച്ഛമ്മ ഇന്നും സത്യ വഴക്ക് പറഞ്ഞു, ടീച്ചറും പറഞ്ഞു, വീട്ടിൽ നിന്നും പറഞ്ഞു കാണും. എനിക്കറിയാം, ഞാൻ കാരണമല്ലേ. സോറി. അതിലൊന്നും എനിക്ക് സങ്കടമില്ല പപ്പി. മിസ് നമ്മൾ രണ്ടുപേരെ മാറ്റിയിരുത്തിയില്ലേ, അതിലാ എനിക്ക് സങ്കടം. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് മീൻപാറ വരെ പോയി, പപ്പിയെ പാമ്പ് വരെ കടിച്ചു, എന്നിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലല്ലോ. പപ്പിയുടെ ചേച്ചിയമ്മയുടെ ഫോട്ടോയും നമ്മുടെ കയ്യിന്ന് പോയി. വിഷ്ണു അച്ഛന്റെ കല്യാണം അവര് നടത്തും സത്യ. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. വല്യച്ഛന്റെ കല്യാണാലോചനയുടെ കാര്യം ഞാൻ സത്യയോട് ആദ്യം പറഞ്ഞപ്പോ സത്യ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾ ചെറിയ കുട്ടികളല്ലേ, നമുക്ക് എന്ത് ചെയ്യാനാവൂന്ന്. അത് തന്നെയാ സത്യം. വിഷ്ണുച്ചന്റെ കല്യാണം നടന്നാലും കണ്ടോണ്ട് നിൽക്കാനേ നമ്മളെ കൊണ്ട് പറ്റൂ. നീ കഴിക്ക്, ഇപ്പൊ ബ്രേക്ക് ടൈം കഴിയും. അത് നടക്കില്ലേടി, നിന്റെ വിഷ്ണു അച്ഛന്റെ കല്യാണം. സത്യ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നോ? കല്യാണ പെണ്ണിന്റെ ഫോട്ടോ നീ ഒന്ന് സംഘടിപ്പിക്കണം, ബാക്കി നമുക്ക് നോക്കാം. അതെങ്ങനെ? അത് സത്യഭാമേ, ക്ലാസ്സിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ പുറത്തിറങ്ങിയിരുന്ന് സംസാരിക്കാന്നാണോ? ഇനി സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് രണ്ട് മിണ്ടുന്ന കണ്ട വിവരം അറിയും. എന്നോടല്ല, പ്രിൻസിപ്പളിനോട് മറുപടി പറയേണ്ടി വരും, ഓർത്തോ. മാറിയിരിക്കും അവിടുന്ന്. ഇനി രണ്ടുപേരെ ഒരുമിച്ച് കണ്ട അപ്പോഴേ ഉള്ളൂ. നീ ഇവിടെ ഇരിക്ക്. നീ തോറ്റോടി പോന്നോ? നിന്റെ അമ്മ എന്താ ചെയ്യുന്നെങ്കിലും കാണാലോ. അവിടെ ഇരിക്ക്. വിജയകുമാരെ, ഇതൊന്നും വേണ്ട. സത്യാമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? വിജയകുമാരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞത് സത്യഭാമയ്ക്ക് മരുമകളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാനാ. പക്ഷേ നിങ്ങളിപ്പം വെറും കല്യാണ ബ്രോക്കർ മാത്രമായി. കയ്യിൽ കിട്ടുന്ന എല്ലാം കൊണ്ടുവന്നിടാൻ ഇത് ചവറ്റുകൂനയൊന്നും അല്ല, സത്യഭാമയുടെ വീടാ. സത്യാമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എടോ, സത്യഭാമയുടെ മരുമകൾ എന്ന് പറഞ്ഞ അത് ഒറ്റ ഒരാളാവണം. ഈ വീടിനും എന്റെ വിഷ്ണുവിനും മാത്രമായി പിറന്നവൾ. സത്യാമ്മ അങ്ങനെ പറയുകയാണെങ്കിൽ ദാ ഇതും കൂടി ഒന്ന് കണ്ടാട്ടെ. വേണമെന്നില്ല വിജയകുമാരെ. സത്യാമ്മേ, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ദാ ഈ ഒരെണ്ണം കൂടി മാത്രം. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ട. വിജയകുമാർ പിന്നെ ഈ പടി ഔട്ടില്ല.
ഈ പണി ഞാൻ നിർത്തും. ദേ നോക്കി, ഈ സുന്ദരിക്കുട്ടിയാണ് കക്ഷി, മധുശ്രീ. എന്നെ തഴഞ്ഞ വിഷ്ണു ഒരു തറ പെണ്ണിന്റെ ഭർത്താവായി നടക്കുന്നത് എനിക്ക് കാണണം. ഏതായി കുട്ടി? മധുശ്രീ. മധുശ്രീ എന്നാ പേര്. നല്ല ഒന്നാന്തരം ബിസിനസ് കുടുംബം. കളരിക്കൽ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ? കളരിക്കൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശിവൻകുട്ടിയുടെ ഒരേ ഒരു മകൾ. ഓ, ഒരുപാട് ലോകപരിചയവും ഒരുപാട് പഠിപ്പും പത്രാസും ഒക്കെ ഉള്ള കുട്ടിയാ. സിവിൽ സർവീസ് വരെ പഠിച്ചു പാസ്സായതാ. അതായത് കളക്ടർ പരീക്ഷ. എന്നിട്ട് വീടും കുടുംബമായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണോ അത്? വീട്ടുകാരെ നോക്കാനും മറ്റും തടസ്സം ഉണ്ടാകുമെന്ന് വന്നപ്പോ മധുശ്രീ അത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് തിരികെ പോന്നു. ഇപ്പൊ ഉദ്യോഗവും ഇല്ല, പത്രാസും ഇല്ല. എന്നാലും പഠിപ്പ് അവിടെ തന്നെ ഉണ്ടേ. അങ്ങനെ കുടുംബസ്നേഹമുള്ള കുട്ടികള്. രാഘവേട്ട, ഈ ഫോട്ടോ നോക്കി. എനിക്ക് കാണണ്ട ഭാമേ. വിഷ്ണു, 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 ഉറപ്പിച്ചോ ഇത് തന്നെ സത്യഭാമയുടെ മരുമകള്? അത് പിന്നെ സത്യാമേ, വിഷ്ണുമോനൊന്ന് കാണുക പോലും ചെയ്യാതെ. വിഷ്ണുമോൻ കാണണ്ട. കണ്ടത്രയും തൃപ്തിയായി, സന്തോഷം. ഞാൻ കാണാത്തൊരു പെൺകുട്ടിയെ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന മകനാവൻ. എന്നിട്ടും സത്യഭാമ അവളെ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് സ്വീകരിച്ചു. ഭാമേ, അന്യർക്ക് മുമ്പിൽ വേണ്ടാത്തൊന്നും വിളമ്പണ്ട. അന്യർക്കെന്നല്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഈ കാര്യം. അമ്മയ്ക്ക് എന്താ പ്രശ്നം? ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് നേരത്തെ ഞാൻ മുന്നറിയിപ്പ് തന്നതാ. നിന്റെ ഇഷ്ടം നടക്കാൻ. ഡാ, അമാവാസി വരെ സമയം തന്നു, പിന്നെ എന്തായടാ? അമ്മ എപ്പോഴും ഇവിടെ ഇരിക്കടാ. അല്ല പിന്നെ ഇരിക്കടാ. ബലോട്ട് പിടിച്ച് കെട്ടിക്കാൻ നോക്കത്തില്ലല്ലോ. നീ ആണല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.